ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ മാതൃദേവാലയമായ പുതുപ്പള്ളി നിലയ്ക്കൽ പള്ളിയുടെ ഭിത്തിയിൽ ശ്ലീഹന്മാരുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഫ്രെയിം ചെയ്തു വച്ചിരുന്നു. ശ്ലീഹന്മാരെ അനശ്വരമാക്കുന്ന ആ ചിത്രം ബാല്യം മുതൽ കണ്ടനുഭവിച്ചതുകൊണ്ടാവാം അവർ യേശുവിൻ്റെ അടുത്ത ബന്ധുക്കളാണെന്നും അവരെൻ്റെ ബന്ധുക്കളാണെന്നുമുള്ള ഒരു നിഷ്കളങ്കമായ ചിന്ത ബാല്യം മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ പാഠമായി ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനെന്ന് നാം വിശേഷിപ്പിക്കുന്ന യോഹന്നാൻ ശ്ലീഹ ഈ ദിവസത്തിലെ നമ്മുടെ മധ്യസ്ഥനാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനെന്നും ഏറ്റവും അവസാനം ലോകത്തോട് യാത്ര പറഞ്ഞ അപ്പോസ്തലനെന്നും രക്തസാക്ഷിത്വം വഹിക്കാതെ സ്വാഭാവികമായ മരണം സ്വീകരിച്ചയാളെന്നുമുള്ള പ്രത്യേകതകൾ യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ട്. സെബദിയുടെയും ശലോമയുടെയും മകനായ യോഹന്നാൻ തൻ്റെ സഹോദരനായ യാക്കോബിനൊപ്പം യേശുവിനെ പിൻപറ്റുമ്പോൾ അല്പം മുൻകോപികളായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇടിമക്കൾ എന്നുള്ള പേര് ലഭിച്ചത്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ അവർ അപ്പോസ്തലന്മാരായി മാറി. ലോകത്തെ നശിപ്പിക്കാനല്ല, ലോകത്തെ സ്നേഹിക്കുവാനാണ്, രക്ഷിക്കുവാനാണ് യേശു വന്നതെന്ന സത്യം അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രധാന സന്ദർഭങ്ങളിലെല്ലാം യോഹന്നാൻ ശ്ലീഹായെ നമുക്ക് കാണാം. യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും മറുരൂപമലയിലും ഗെത്സമനയുടെ അതിവ്യഥയിലും കാൽവറിയിലെ ക്രൂശിനരികിലും യോഹന്നാൻ ശ്ലീഹായെ നാം കാണുന്നു. പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ പത്രോസിനൊപ്പം യോഹന്നാനെ നമുക്ക് കാണാം. പെസഹ ഒരുക്കാനുള്ള മാളികയും സാഹചര്യങ്ങളും ഒരുക്കുവാൻ പത്രോസിനൊപ്പം യോഹന്നാൻ ശ്ലീഹായും ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വലിയ സന്ദേശവുമായി മഗ്ദലന മറിയം ഓടിയെത്തിയപ്പോൾ അവൾക്കൊപ്പം കല്ലറക്കരിയിലേക്ക് ഓടിയപ്പോഴും പത്രോസിനൊപ്പം യോഹന്നാൻ ശ്ലീഹായും ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏതാണ്ട് 30-ലധികം പ്രാവശ്യം യേശു സ്നേഹമാണ്, സ്നേഹം എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിൻ്റെ ജീവചരിത്രം വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോടുകൂടി ചിത്രീകരിക്കുവാൻ യോഹന്നാൻ ശ്ലീഹായ്ക്ക് സാധിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ 2 ലേഖനങ്ങളും വെളിപാട് പുസ്തകവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വകരമായ പ്രത്യാശയെ വിളിച്ചറിയിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാഠങ്ങളാണ്. നമുക്കറിയാം, കാൽവറിയിലെ ക്രൂശിൽ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ കർത്താവ് യോഹന്നാന് സമ്മാനിക്കുന്നതായി നമുക്ക് കാണാം. എത്ര വലിയൊരു ഭാഗ്യമാണത്! മറിയാമിൻ്റെ മരണത്തോളം മറിയാമിന് വേണ്ടി എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഭാഗ്യം സിദ്ധിച്ചു. ഒടുവിൽ സുവിശേഷത്തിൻ്റെ പ്രചരണാർത്ഥം അദ്ദേഹം പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോഴും വാർദ്ധക്യത്തിൻ്റെ അവശതയിലും യേശു സ്നേഹം, ദൈവം സ്നേഹം എന്നുച്ചരിച്ചുകൊണ്ടാണ് വൃദ്ധനായ യോഹന്നാൻ തൻ്റെ മരണത്തോട് അടുത്ത് നീങ്ങിയത്. യേശുവിൻ്റെ തിരുവത്താഴം എന്ന ആ ചിത്രം നോക്കുമ്പോൾ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ ശ്ലീഹായെ നമുക്ക് കാണാം. പഴയ ഒരു ക്രിസ്തീയ ഗാനം ഓർമ്മയിൽ വരുന്നു. യേശു എന്ന ആത്മസഖേ നിൻ മാർവിൽ ഞാൻ ചേർന്നിടട്ടെ. ഈ മനോഹരമായ ഗാനം ധ്യാനാത്മകമായി പാടുമ്പോഴും ചിന്തിക്കുമ്പോഴുമൊക്കെ യേശുവിൻ്റെ മാറോട് ചേർന്ന യേശു സ്നേഹിച്ച പ്രിയ ശിഷ്യനായ യോഹന്നാൻ മനസ്സിലേക്ക് കടന്നു വരുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ മധ്യസ്ഥത നമുക്ക് അഭയവും കോട്ടയുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.